നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡാണ്. അടുത്ത സെക്കൻഡ് നമുക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ആ സെക്കൻഡ് എൻജോയ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളെപ്പോൾ കണ്ടു ഈ ചെരുപ്പൊക്കെ നല്ലൊരു കുടുംബ കഥയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മെയിൽ ഓറിയൻറ്റഡ് ഓർ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്നല്ല, എവ്രി വൺ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതാണ് അവിടെ കൺസെപ്റ്റ്. ഒറ്റയ്ക്കാണ്, ഒരു മനുഷ്യന് ഒറ്റയ്ക്കാണ് എങ്ങനെ ജീവിക്കാം, അത് ഇത് കണ്ടാൽ മനസ്സിലാവും. സോ ടീച്ചറിന് നമ്മൾ കണ്ടായിരുന്നു ഏറ്റവും ഇളയ ആളിങ്ങനെ പറയുന്നുണ്ട് അച്ഛനെ വേണം എന്നുള്ളത്. സോ അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ബട്ട് വി ആർ നോട്ട് ഷുവർ എന്താണ് എന്നുള്ളത്. ഈ സംഭവം മോൾ എങ്ങനെയാണ് കോപ്പ് ചെയ്യുന്നത്? ബിക്കോസ് ബീങ് എ യങ് കിഡ്, ഈ ഏജിൽ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യുന്നു? അച്ഛനില്ലാണ്ട് ഒരു കുട്ടിക്ക് മീൻസ് ഇളയതല്ലേ, അപ്പം ഇത്രയും നാൾ ജനിച്ചപ്പോൾ പോലും അച്ഛനില്ല, ദുബായിലാണ്, അങ്ങനെയാണ്. അപ്പം അച്ഛനില്ല അപ്പം പെട്ടെന്ന് പോകുമ്പോഴത്തേക്കും നമുക്കൊരു പെട്ടെന്നൊരു വിഷമം വരില്ലേ. അപ്പം ഒരു ഭയങ്കര ഒരു ഇമോഷണലായിട്ട് ഉള്ളൊരു ഇതാണ്. അച്ഛനില്ലാണ്ട് എങ്ങനെ കണ്ടിന്യൂ ചെയ്യും, അച്ഛനില്ലാണ്ട് എന്താവും, അങ്ങനെ ഒരു അറിയില്ല, ചെറിയ കുട്ടിയായതുകൊണ്ട് അങ്ങനെ. നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ലവ് ട്രാക്ക് എങ്ങനെ പോകുന്നു? ഇതുവരെ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ഒരു ബ്രേക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ, ഐ മീൻ ഇവരുടെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട് അച്ഛൻ്റെ. അത് ഞാൻ സ്പോയിലർ ആവോ? ഇല്ലല്ലോ. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു ക്യാരക്ടർ പ്ലേസ് വരുന്നത്. എന്നുവെച്ചാൽ പിന്നെ അതിൽ നിന്നുണ്ടാവുന്ന ഇപ്പോൾ ഒരു കുടുംബത്തിലുള്ളവർ ഫേസ് ചെയ്യേണ്ട കുറേ ഇപ്പോൾ ലയബിലിറ്റീസ്, കമ്മിറ്റ്മെൻറ്റ്, എവറിത്തിങ്, അതിൽ നിന്നുണ്ടാവുന്നൊരു ഒരു കണക്ഷനാണ് നാരായണൻ എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ ഇവരായിട്ട് മേർജ് ചെയ്യിക്കുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. സോ അച്ഛൻ തന്നെയാണ് അതിനും റീസൺ അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അച്ഛൻ്റെ ആ ഒരു ലോസ് തന്നെയാണ്. അതെ 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 അതെ, ഐ മീൻ ഷിഫ്റ്റ്. ഈ ഓരോ ആൾക്കാരുടെയും അംബിഷൻസും ഓരോരോ രീതിയിലാണല്ലോ അല്ലേ? സോ ഈ വെറൈറ്റി നമ്മുടെ ഓഡിയൻസിനെ എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റും? ഇവിടെ ഇപ്പോൾ 4 പെൺമക്കളുണ്ടല്ലോ, 4 ക്യാരക്ടറാണ്, ഡിഫറെൻറ്റ് കാറ്റഗറി. ഒരാൾ ടോം ഗേൾ, ഒരാൾ ഫുള്ള് ലൈക്ക് ഡ്രീമി ഗേൾ. വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു കുട്ടി ഇരിക്കുന്ന ഭയങ്കര പാമ്പറായിട്ട് ഇരിക്കുന്ന ഒരു ഡ്രീമി ഗേൾ ആയതുകൊണ്ട് കുറെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്ന് കാണും, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്ന് കാണും. അതുകൊണ്ട് ഷീ ഈസ് വെരി ഡ്രീമി. ആ ഒരു ലോകത്ത് ഇരിക്കണം എന്നേ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. പ്രോമോയിൽ നമ്മൾ കണ്ട പോലെ 7 കടൽ അപ്പുറം പോകണം എന്നുള്ളൊരു അംബിഷൻ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അച്ഛനാണ് അത് അറിയുന്നതും, അച്ഛനാണ് അതിന് സപ്പോർട്ടായി നിൽക്കുന്നതും. അപ്പോൾ അച്ഛൻ ഇല്ലാതെ ആവുമ്പോൾ ആ ഒരു സ്ട്രോങ് പില്ലർ ഇല്ലാതാവുകയാണ് ആ കുട്ടിക്ക്, ആ ഒരു ക്യാരക്ടറിന്. നല്ല രീതിക്ക് ഒരല്ലലും അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ്. അതിൽ പെട്ടെന്നൊരു നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ അല്ലാണ്ട് ഡൗൺ ആവുന്നു. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് മേളിലോട്ട് കയറി വരുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ 4 സഹോദരങ്ങളുണ്ട്. എൻ്റെ ഒരു സ്വപ്നം IAS ആവുക. എൻ്റെ ഈ കൂട്ടത്തിലെ സഹോദരിമാരിൽ ആരായിരിക്കും എൻ്റെ ഈ ഒരു ഡ്രീമിലോട്ട്, അല്ലെങ്കിൽ എന്നെ കൈപിടിച്ച് എന്നെ കയറ്റുന്നത്, നമുക്ക് അത്രയും സപ്പോർട്ട് തരുന്നത്? ഇതൊക്കെയാണ് ആക്ച്വലി ഇതിൽ പോകുന്നത്. ഇതിൽ കാണാം IAS ആവോ ഇല്ലയോ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ഞാൻ അതിലോട്ട് എത്തും, ഇതൊക്കെ അറിയാൻ പറ്റും. സോ ഇപ്പോഴത്തെ യങ് ഓഡിയൻസിന് ഇത് ശരിക്കും ഒരു മെസ്സേജ് കൊടുക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ആസ് എ വിമൻ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? നിങ്ങൾ തന്നെ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്ത് യു ആർ ഡൂയിങ് സംതിങ് ആൻഡ് ഇൻസ്പയറിംഗ് വിമൻ. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഐ വുഡ് ലൈക്ക് ടു നോ. ലൈക്ക് മറ്റേ സ്ത്രീ ശക്തി, വുമൻ എംപവർമെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മുടെ ഈ സീരിയൽ പോകുന്നത്. ബിക്കോസ് ആസ് സെഡ് 4 പേർക്ക് 4 ഡ്രീംസ് ആണ്, വഴികളാണ്. ഐ ഫീൽ ഇന്നത്തെ ഗേൾസ് എല്ലാവരും അങ്ങനെയാണ്. ദേ ഹാവ് ലോട്ട് ഓഫ് ഡ്രീംസ്. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യണം, അതിനുവേണ്ടി എന്തും ചെയ്യും. ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും എന്നൊരു വ്യത്യാസമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ജെൻഡർ ഈക്വാലിറ്റി. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഈ ഒരു ക്യാരക്ടറിലൂടെ മേ ബി ഞാൻ പോർട്രേ ചെയ്യുന്നത്. ഏതൊരു ജീവനായാലും ആണായാലും പെണ്ണായാലും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതിന് കുറേ ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡായിട്ട് വരുന്നവർ, ഇനി ബോയ് ഫ്രണ്ടായിട്ട് വരുന്നവർ, പിന്നെ നമ്മളുടെ അമ്മയോട് അങ്ങനെ എല്ലാവരും ഫാമിലി കുറേ ആൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്
ഒരാണായിരിക്കും, എല്ലാ എന്താണ് ഭാരങ്ങളും ചുമക്കുന്നത് ഒരാണായിരിക്കും. എന്നാൽ അതങ്ങനെയല്ല. ഇതുപോലെ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വഹിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടികളും ഉണ്ട് ഈ ലോകത്ത്. അങ്ങനെ ഫാമിലിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വപ്നം തന്നെ മാറ്റി വെച്ചിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്ന, അങ്ങനെ നിൽക്കുന്ന ആണുങ്ങൾ അവർ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളും ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കാണിക്കുന്നുണ്ട് ഇതൊക്കെ. സോ ഹൗ ഡു യു ഫീൽ ഒരു വിമൻ സെൻട്രിക് ഒരു തീമിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഹൗ ഇൻസ്പയറിങ് ഇറ്റ് ഈസ്, ഹൗ ഫീൽ ഇറ്റ് ഗുഡ്? ഒരു ആൺ പെണ്ണെന്ന് വ്യത്യാസം എന്നുള്ളതല്ല, ഇൻ ദ സെൻസ് ഇപ്പോൾ മെയിൽ ഓറിയൻറ്റഡ് ഓർ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്നതല്ല, എവ്രി വൺ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതാണ് അവിടെ കൺസെപ്റ്റ്. അല്ലാതെ എല്ലാവരും ഒരു സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഒരു ഹസ്ബൻഡിന് വൈഫിന് ഹസ്ബൻഡും എന്നുള്ള രീതിയിൽ, അല്ലാതെ ഇവിടെ ഒരു വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ വിശ്വസിക്കുന്നത്. എവ്രി വൺ ഈസ് ഈക്വൽ, സോ എവ്രി വൺ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും, ഇപ്പോൾ ഞാനടക്കമുള്ള ഇനിയിപ്പോൾ ഇതിൽ കുറേ വേറെ മെയിൽ ആക്ടേഴ്സ് കൂടി ഉണ്ട്, എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ ഒരു ക്യാരക്ടർ ഉണ്ട്. എവ്രി വൺ ഈസ് സപ്പോർട്ടീവ്. ഇപ്പോൾ ചിലർ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യുന്നവരാവാം, പക്ഷേ ഇതൊക്കെ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടും ആ ഒരു പുഷും ഉള്ളതുകൊണ്ടാണ് എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ ലീഡാവുന്നതെന്ന് പറയില്ലേ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസാണെങ്കിൽ ഇപ്പോൾ IAS ഓടിക്കണം, അല്ലെങ്കിൽ മൂത്ത മകൾ, അല്ലെങ്കിൽ അതിനിളയ മകൾ, അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ട് ഇതിൽ. സോ ഈ ഒരു സീരിയലിൽ എവ്രി വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ്. അവർക്ക് അവരുടേതായിട്ടൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ അതൊക്കെയാണ് എന്നെ വളരെ ആകാംക്ഷഭരിതമാക്കുന്നത്. കാരണം മോർ ദാൻ ഒരു ഇതിൽ മാത്രം പോവാതെ ആൾക്കാരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഡിഫറെൻറ്റ് ട്രാക്സ് വരണം. സോ പീപ്പിൾ വിൽ ബി ലൈക്ക് മോർ എൻ്റർടൈൻഡ്. അങ്ങനെ ഒരു രീതിയിൽ തന്നെ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്, ഇപ്പോൾ ആണായാലും പെണ്ണായാലും, അച്ഛൻ അമ്മ ഉണ്ട്, എനിക്ക് അവരുള്ളത് കൊണ്ട് അവർ ചെയ്ത് എനിക്ക് അത് ചെയ്തു തരും, ഇത് ചെയ്തു തരും എന്ന് ചിന്തിക്കാതെ, നമ്മളിപ്പോൾ വിദേശത്തൊക്കെ ഒരു 18 അല്ലേ, ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവരെല്ലാ കാര്യവും അവരുടേതായ, പിന്നെ അവർക്ക് ഒരു കാര്യം വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ല, അവരെല്ലാ കാര്യവും അവർ ചെയ്തോളാം. ശരിക്കും ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു കണ്ടൻറ്റ് കൊടുക്കുകയാണ് ചെയ്യണം. അവരുടെ ഇനി ഒന്നുമില്ല, അവർക്കൊന്നുമില്ല ഇനി, അച്ഛനും പോയി ഒന്നുമില്ല, ഇനി ഇവരെങ്ങനെ ജീവിക്കണം, അതാണ് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ സ്റ്റോറി കൊണ്ട്. അതാണ് എല്ലാവരുടെയും ടെൻഷനും. ഓക്കെ, ഇത്രേ ഉള്ളൂ പറയാൻ. ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടറിലെല്ലാം അച്ഛനും അമ്മയില്ലാതെ കഷ്ടപ്പെടുന്ന സ്ട്രഗിളായിട്ട് കൊണ്ടുവരുന്നത്. സോ അച്ഛൻ മെയിനായിട്ട്, ഈവൻ ഇപ്പം ഞാൻ തമിഴിൽ ചെയ്ത സീരിയലും അങ്ങനെ തന്നെയാണ്. അച്ഛൻ മരിച്ചു പോയി, അതിനുശേഷം എൻ്റെ ലൈഫ് ചേഞ്ച് ആയെന്ന് അങ്ങനെ തോന്നും. സോ ഇനി എൻ്റെ ആഗ്രഹം അച്ഛൻ ഉണ്ടാവണം, അച്ഛനും മോളും ഉള്ള ഒരു സ്നേഹമുള്ള ഒരു സീരിയൽ ചെയ്യണമെന്ന് ആഗ്രഹപ്പെടുന്നു. ബിക്കോസ് ഐ ലോസ്റ്റ് മൈ ഫാദർ ഒരു 4 years ആയി. സോ അങ്ങനെ നമ്മൾ ഓഫ് സ്ക്രീനിൽ അറ്റ്ലീസ്റ്റ് ഓൺ സ്ക്രീനെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കിയപ്പോൾ അങ്ങേ ഇതായി. അത് എനിക്ക് കുറച്ച് വിഷമം. എൻ്റെ അച്ഛന് വന്ന ക്യാരക്ടർ ഉണ്ടാവത്തില്ല സീരിയലിൽ ത്രൂ ഔട്ട്. ഇനി ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ചോദിക്കണം അച്ഛൻ ഉണ്ടാവുമല്ലേ. ത്രൂ ഔട്ട് ഇല്ലെങ്കിലും അപ്പോഴപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തെങ്കിലും ഫൈറ്റ് വലക്കിട്ടിട്ട് വീട്ടിലേക്ക് പോയാൽ അച്ഛനോട് ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ എന്തെങ്കിലും ക്യാരക്ടർ കിട്ടിയാൽ പ്ലീസ് ഡു കോൾ മീ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഡേറ്റ് ഇല്ല, വിളിക്കരുത്. if you want me to convey in Tamil, I can do that. உங்களுக்கு அப்படி என்ன ஃபீல் ஆகுதா? இது உங்களுக்கு இது சீரியல் மட்டும் இல்லைங்க, இது இமோஷனலி உங்களுக்கு ஆடியன்ஸ் கூட ரொம்ப நல்லாவே கனெக்ட் பண்ண முடியும். ஒரு லைஃப்பில் நம்ம வாழும்போது என்னென்ன ஃபேஸில் என்னென்ன ஃபீலிங் கோத்ரூ பண்ணுவோமோ அது எல்லாமே இதில் இருக்கும். கொஞ்சம் கூட கனெக்ட் பண்ண முடியும் இல்லையா ஆடியன்ஸ் கூட? തീർച്ചയായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 4 പെൺകുട്ടികളുടെ അല്ലേ, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഇതാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ സീരിയൽ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഓഡിയൻസിലേക്ക് റീച്ച് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്? സത്യം അത് തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ അച്ഛനും അമ്മയുടെയും തണലില്ലെങ്കിലും നമുക്ക് എല്ലാ കാര്യം സ്വയം, എല്ലാ മനുഷ്യരും ഇൻഡിപെൻഡൻ്റ് ആണെന്നേ. ഞാനിപ്പോൾ അയാളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് മറ്റവരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചാൽ എനിക്ക് ജീവിക്കാം. ഇനി ചോദിച്ചാൽ ഞാൻ സത്യം ഇവിടെ ഇരുന്നിട്ട് എല്ലാ കഥയും പറയും. ഞാനതുകൊണ്ട് ക്വിക്ക് റാപ്പിഡ് ഫയർ പോലെ ഈ ഒരു സീരിയലിനെ ഒറ്റ വാക്കിൽ ഓരോ ആൾക്കാരായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ എന്തായിരിക്കും? വാട്ട് വുഡ് യു സേ? എന്താ വെച്ചാ തനിക്ക് പ്രിപ്പയർ ചെയ്ത് വന്നേനെ ക്യാരക്ടർ മീൻസ് അങ്ങനെയാണോ അല്ല എൻറ്റയർ സീരിയൽ ഒരു വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം എന്നാണെങ്കിൽ? ഒറ്റയ്ക്കാണ്, ഒരു മനുഷ്യന് ഒറ്റയ്ക്കാണ് എങ്ങനെ ജീവിക്കാം, അത് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. ടൈറ്റിൽ ഇസ് മോർ ദാൻ എനഫ്. ഈ പുഴയും കടന്ന് എത്ര നമ്മൾക്ക് ഡിസാസ്റ്റർ വന്നാലും എത്ര വേദനകൾ വന്നാലും അത് നമ്മൾ കടന്ന് മുന്നോട്ട് പോകണം, മൂവ് ഓൺ ചെയ്ത് പോകണം. നമ്മുടെ ലൈഫിൽ ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് നമ്മളെ പൊട്ടത്തരം കൊണ്ട് തോന്നുന്നതാണ്.
ജീവിക്കാൻ പറ്റും. നമുക്ക് ജീവൻ തന്നിട്ടുണ്ടോ? നമുക്ക് ഭഗവാൻ ശ്വാസം നമ്മൾ ശ്വാസം പോകുന്നുണ്ടോ? ആരോഗ്യമുണ്ടോ? നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം. നമ്മൾ ഒന്നേന്ന് തുടങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യത്തിലും, അല്ലേ? എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ ലൈഫിലെല്ലാം നഷ്ടപ്പെട്ടു, ശൂന്യമായിട്ട് നിൽക്കുകയാണ്, അല്ലേ? കുറേ കടമൊക്കെ വന്നു, ഇനി ഒന്നുമില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ എന്താ ചെയ്യണേ? എല്ലാവരും ചിന്തിക്കുന്നത് സൂയിസൈഡ് ചെയ്യാൻ വല്ല വിളിച്ചു വിടാം. പക്ഷെ ഇതൊന്നുമല്ല ലൈഫ്. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്കതേ ജീവനുണ്ട്, എനിക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും. ഇതാണ് ഇതുകൊണ്ട് ഈ സീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് സെഡ്, നമ്മൾ ഇതോട് കൂടിയിട്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഐ ഹോപ്പ് യു ഓൾ ഹാഡ് ഗ്രേറ്റ് ടൈം ടോക്കിംഗ് വിത്ത് ജെനി, ആൻഡ് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ആൻഡ് പേഴ്സണലി സേയിങ്, ഇത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ഒരു സ്റ്റോറിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വിമൻ സെൻട്രിക്, അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം. സോ വിഷിംഗ് ദ ടീം എ വെരി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.